നമസ്തേ, ഞാൻ ആനന്ദകുമാർ. ഏവർക്കും ആയുർ വെൽഫെയർ അസോസിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്നത് ധ്യാനത്തെക്കുറിച്ചാണ്. സത്യമായി തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ധ്യാനം എന്നത് ആർക്കും ആരെയും പഠിപ്പിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. അത് സാധാരണമായി നമ്മളിൽ സംഭവിക്കേണ്ടതാണ്. സാധാരണയായി ചിലർ ധ്യാനമെന്ന് പറഞ്ഞ് വെറുതെ കണ്ണടച്ചിരിക്കുവാനും പലതും സങ്കല്പിക്കുവാനും പഠിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, പല തരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതായത് അവരവർക്ക് ഇണങ്ങുന്ന യോഗാ പദ്ധതികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒടുവിൽ സംഭവിക്കുന്നതാണ് ധ്യാനം. ഏത് പദ്ധതി എടുത്താലും അതിൽ പ്രാണായാമത്തിന് മുഖ്യമായ ഒരു സ്ഥാനമാണുള്ളത്. അതായത് പ്രാണായാമം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കുക. എന്നാൽ നമ്മൾ ഒരിക്കൽ ബ്രഹ്മപദത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മറ്റ് യാതൊന്നിൻ്റെയും ആവശ്യം വേണ്ടിവരില്ല. സ്വാഭാവികമായി നാം സങ്കല്പിക്കുമ്പോൾ തന്നെ ധ്യാനത്തിലേക്ക് പോയിക്കൊള്ളും. അല്ലാതെ വെറുതെ ആരെങ്കിലും കണ്ണടച്ചിരുന്ന് ഒന്ന് ധ്യാനിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല. ചിലപ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് നട്ടെല്ല് നിവർന്നിരുന്ന് ഒരു ഉറക്കം ഉറങ്ങാം. അതിൽ കൂടുതലൊന്നും തന്നെ കിട്ടാനില്ല. ധ്യാനമെന്നത് ഉറങ്ങുന്നതിൻ്റെയും ഉണർന്നിരിക്കുന്നതിൻ്റെയും മധ്യത്തിലുള്ള ഒരു ഭാഗമാണ്. ഇത് ഇങ്ങനെയല്ലാതെ വിശദീകരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. അതായത് നാം കണ്ണുകൾ അടയ്ക്കുന്നു. സ്വാഭാവികമായി തന്നെ ഇടിമുഴക്കം പോലുള്ള പ്രാണായാമവും മറ്റും എല്ലാം കഴിഞ്ഞ് നാം കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഏറെ നേരം അങ്ങനെ ഇരുന്നാൽ ഉറങ്ങിപ്പോകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അപ്പോഴും നാം ഒരു കേന്ദ്രീകൃത ബിന്ദുവിൽ, അതായത് നമ്മുടെ ഭ്രൂമധ്യത്തിലോ അല്ലെങ്കിൽ കണ്ണുകൾ തുറന്ന് മേൽപോട്ടാക്കി ഭ്രൂമധ്യത്തിൻ്റെ നടുവിലോ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു പകുതി മയക്കത്തിൻ്റെയും ആ ഉണർവിൻ്റെയും ഇടയിലാണ് ആ ധ്യാനം സംഭവിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെയുള്ള അനുഭവം ആകണമെന്ന് ഒരിക്കലും നിർബന്ധം തന്നെയില്ല. ആരംഭദശയിൽ നിന്നും ഏറെ മുന്നോട്ട് പോയ സാധകർ ധ്യാനത്തിനിരിക്കുമ്പോൾ അവരുടെ നട്ടെല്ലിൻ്റെ ഭാഗത്തായിട്ടോ ചിലപ്പോൾ അവരുടെ നെറ്റിക്ക് മുന്നിലായിട്ടോ പലവിധ വർണ്ണങ്ങളും പ്രകാശങ്ങളും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. ഇതെല്ലാം തന്നെ സ്വാഭാവികമായതാണ്. ഇനിയും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വളരെ അകലെയാണ്. ആരംഭദശയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുക എന്നത് വളരെ സാധാരണമാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്വപ്നലോകത്ത് എത്തുകയോ ചിലപ്പോൾ അബോധാവസ്ഥയിൽ മയങ്ങിപ്പോവുകയോ ചെയ്തേക്കാം. ഇനിയും മുന്നോട്ട് പോയ സാധകർ ചിലപ്പോൾ അവ്യക്തമായ രൂപങ്ങളോ ചിലപ്പോൾ വ്യക്തമായ രൂപങ്ങളോ ഏതെങ്കിലും ആത്മാക്കളോ അല്ലെങ്കിൽ ദേവന്മാരെയോ യക്ഷകിന്നരന്മാരെയോ ഒക്കെ തന്നെ കണ്ടേക്കാം. ചിലർ നിങ്ങൾക്ക് സിദ്ധികൾ തരാമെന്നും വരെ പറഞ്ഞേക്കാം. എന്നാൽ ഒരിക്കലും ഇവയൊന്നും സ്വീകരിക്കരുത്. സിദ്ധികൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പരമമായ ആ ഒരു ലക്ഷ്യം മാത്രമാണ്. അതിനാൽ സിദ്ധികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. സ്വാഭാവികമായി തന്നെ നിങ്ങൾക്ക് സിദ്ധികളെല്ലാം ഉണ്ടായിരിക്കും. എങ്കിലും ഈ പകുതി വഴിയിൽ വച്ച് നിങ്ങൾക്ക് സിദ്ധികൾ ഓഫർ ചെയ്താൽ അവയെ സ്വീകരിക്കാതെ മുന്നോട്ട് പോവുക. ഇനി ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഏതൊക്കെ രൂപം വന്നാലും അവയൊക്കെ അങ്ങ് വണങ്ങിയേക്കുക. അതെ, നമുക്കാരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അവയെ വണങ്ങുക, മുന്നോട്ട് പോവുക. ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാനില്ല. നമുക്ക് എത്തേണ്ടത് ആ പരമമായ ലക്ഷ്യം മാത്രമാണ്. ഇടയിൽ വീണ്ടും ഞാൻ പറയുകയാണ്, നമുക്ക് മയക്കമല്ല, ശുദ്ധമായ ബോധമാണ് വേണ്ടത്. സാധനയിൽ പുരോഗമിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്നവരിൽ ചിലരെങ്കിലും യാതൊരു പരിശ്രമവും കൂടാതെ ചെറിയ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ പ്രാപിച്ചവരെ കണ്ടിട്ടുണ്ടാകും. ഇതിന് ചില കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അവർ മുൻ ജന്മങ്ങളിൽ ഈ വിധ സാധനകൾ അനുഷ്ഠിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ അവരുടെ ജീവിത രീതി, അതായത് അവരുടെ നാഡികളെല്ലാം തന്നെ ശുദ്ധിയായിരിക്കുകയും
ഈ ആക്സിഡൻ്റലി എന്തെങ്കിലും ഒരു സംഭവം കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റൈൻ ചെയ്തിട്ടും ഉണ്ടാകാം. ഏതായാലും പല ഗുരുക്കന്മാരിൽ നിന്നും എനിക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത് പലർക്കും ഇത് ലഭിക്കുന്ന രീതി പലതരത്തിലാണ്. ഇതുപോലെ അനുഭവങ്ങൾ സിദ്ധിച്ച ഒരുപാട് പേരുമായി ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. അവർക്കെല്ലാം വളരെ വ്യത്യസ്തമായ തലങ്ങളാണുള്ളത്. അതിനാൽ നിങ്ങൾ 1 വർഷമോ 2 വർഷമോ 5 വർഷമോ 10 വർഷമോ 40 വർഷമോ എന്ന് നോക്കാതെ കഴിയുന്നത് പോലെ യോഗ സാധനകളും ക്രിയകളും അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കുക. ഒരു സമയത്ത് നാം അത് നേടുക തന്നെ ചെയ്യും. നിങ്ങൾ സാധനയിൽ മുന്നേറുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതായ ഒരു ഗുരു സ്വയം തന്നെ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്. അത് ചിലപ്പോൾ പല രൂപത്തിലോ ഭാവത്തിലോ ഒക്കെ ആയിരിക്കാം. ഏതായാലും ഒരു ഗുരു നിങ്ങൾക്ക് അടുത്ത് എത്തുക തന്നെ ചെയ്യും. ആരെങ്കിലും ഈ മാർഗത്തിലെത്തുവാൻ താമസിച്ചു പോയി എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് ചെറിയൊരു പ്രാണായാമമാകാം, ചെറിയൊരു ചലനമാകാം, അല്ലെങ്കിൽ ചെറിയൊരു ധാരണയോ ധ്യാനമോ എന്തെങ്കിലും ആകാം. കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. അടുത്ത ജന്മം സാധന തുടരുവാൻ കഴിയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ജന്മമെടുക്കും. എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.